സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 3 മണിക്കൂറിലേക്കാണ് മഴ മുന്നറിയിപ്പ്. ജാഗ്രത തുടരുന്നതായി മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. ബിനിൽ ലീല സാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, എന്തായാലും കനത്ത മഴ തന്നെ തുടരുന്നു. എന്തായാലും ഇന്നലെയൊക്കെ ചില ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പല ജില്ലകളിലും നൽകിയിരിക്കുന്നത്. രുചീഷ്, രാവിലെ ചില ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് അടുത്ത 3 മണിക്കൂറിലേക്കാണ്. റഡാറിൽ പലതവണ ഇത് മാറി വരും. ഇപ്പോൾ ഇത് ഓറഞ്ച് അലർട്ടായി മാറിയിരിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ടായി അത് മാറിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും ജാഗ്രത പാലിക്കണം എന്നാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോൾ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ യോഗങ്ങൾ ഈ മഴ മുന്നറിയിപ്പുകൾ അതുൾപ്പെടെ അവലോകനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നാണ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ള റഡാർ പ്രകാരം ഈ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. അവിടെ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, അവിടെ ഉള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. നേരത്തെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതായി നേരത്തെ ഒരു അലർട്ട് വന്നതാണ്. അത് ആ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് രാവിലെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ചെറുവള്ളങ്ങളിലൊക്കെ പോകുന്ന ആളുകളുണ്ട്, അവർ പോലും കടലിലേക്ക് പോകരുത്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഈ വലിയ തിരയും കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. അത് മാത്രമല്ല, തീരപ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരവും അതും ജാഗ്രത പാലിക്കണം, അവിടേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശവും കൂടി നൽകിയിരിക്കുന്നു. എന്തായാലും ഈ മഴയിൽ നേരിയ ഒരു ശമനം ഉണ്ടെന്ന് പറയാം. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലടക്കം രാത്രിയിൽ ശക്തമായ മഴ പെയ്തിരുന്നു. പക്ഷേ പകൽ സമയത്ത് മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഞായറാഴ്ചയോട് കൂടിയായിരിക്കും പൂർണ്ണമായും ഒരു ശമനം ഉണ്ടാവുക. അതുവരെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത അതേപടി തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. രുചീഷ്, ശരി ബിന്നിൽ, എന്തായാലും മലബാറിലെ 3 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. നേരത്തെ അത് റെഡ് അലർട്ട് ആയിരുന്നു. അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം.